ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? ഓഫ് റോഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നത്. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ നമ്മൾ 1-2 ബ്രാൻഡ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നെക്സയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതേപോലെ സ്കോഡ എന്ന ബ്രാൻഡിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹോണ്ടയിലാണ്. അപ്പോൾ ഹോണ്ടയിലേക്ക് വരുന്ന സമയത്ത് 3 വാഹനങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ കിടക്കുന്ന അമേസ് എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ എലവേറ്റ് എന്ന വാഹനം നമുക്ക് വരുന്നുണ്ട്, അതേപോലെ സിറ്റി എന്ന വാഹനം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 വാഹനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു അമേസിലും അതേപോലെ ഈ ഒരു എലവേറ്റിലും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ഈ വാഹനങ്ങളുടെ ഓഫർ എത്രയാണെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് ഈ ഒരു അമേസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അമേസിലേക്ക് ഒരു സമയത്ത് ഈ കിടക്കുന്നത് ഈ അമേസിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനമാണ്. അതായത് ഏറ്റവും ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് ഒന്നൊരു കാര്യത്തിനകത്ത് ചെറിയൊരു മാറ്റം സംഭവിച്ചു. പുതിയൊരു എഡിഷൻ അവർ ലോഞ്ച് ചെയ്തു. വേറെ ഒന്നുമല്ല, ആണ് മ്യൂസിക് എഡിഷൻ എന്ന് പറഞ്ഞ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കാണാം. ഇതിനകത്തുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബേസ് മോഡലിനകത്ത് നമുക്ക് അലോയ് വീല് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. റിവേഴ്സ് ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അലോയ് വീൽ അവൈലബിൾ ആണ്, റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്, കുറച്ച് ക്രോം എലമെൻറ്റ്സ് കൂടി എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, ക്രോം എലമെൻറ്റ്സ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പ്രൈസിനകത്ത് ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ ബേസ് മോഡലിനെ കാട്ടി കുറച്ചുകൂടി ഒരു പ്രൈസ് ഇൻക്രീസ് ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ അലോയ്സും റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്ത് തന്നെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് എഡിഷൻ എന്ന വാഹനം ചൂസ് ചെയ്യാവുന്നതാണ്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാഹനം തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ 951 കേട്ടോ ഓൺ റോഡ് വരുന്നത്. അത് ഈ കിടക്കുന്നതിന് 951 വരുന്നത്. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ 1094 നമുക്ക് ഓൺ റോഡ് വരും. പിന്നെ VX ആണെങ്കിൽ 1077, ഓട്ടോമാറ്റിക്കിന് 1169, ടോപ്പ് എൻഡ് ആണെങ്കിലോ 1169, മാനുവലിന് 1169, ഓട്ടോമാറ്റിക്കിന് 1339 ഓൺ റോഡ് പ്രൈസ് വരും. വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാനായിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന അമേസിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ്, അതായത് VX എന്ന വേരിയൻറ്റ്. ഈ VXലേക്ക് വന്ന സമയത്ത് നേരത്തെ നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നത് 10 ലക്ഷത്തിന് മുകളിലായിരുന്നു ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വന്നിരുന്നത്. അതായത് ഏകദേശം ഒരു 10,22,000 രൂപയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ ഒരുവിധപ്പെട്ട ബ്രാൻഡുകളെല്ലാം പ്രൈസ് കൂട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹോണ്ടയിൽ ഈ മാസം സംഭവിച്ചൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ VX എന്ന വേരിയൻറ്റിന് പ്രൈസ് കുറയുകയാണ് ചെയ്തത്. അതായത് 10,22 കിടന്ന ഓൺ റോഡ് പ്രൈസ് 999 വന്നു നിന്നു. അപ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ടായത് എന്താണ്? പ്രൈസ് 10 ലക്ഷത്തിൽ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ TCSും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം 10 ലക്ഷത്തിൽ താഴെ പോയപ്പോഴത്തേക്കോ TCSും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ടായിട്ടുണ്ട്. ഇൻഷുറൻസ് എമൗണ്ടിനകത്ത് വേരിയേഷൻ വന്നു, അതേപോലെ തന്നെ ടാക്സിനകത്ത് വേരിയേഷൻ വന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 55-60,000 രൂപയോളം വ്യത്യാസം നിലവിൽ കഴിഞ്ഞ മാസത്തെ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം നമുക്ക് വരുന്നുണ്ട്. അത് പുതുതായിട്ട് സംഭവിച്ചൊരു മാറ്റമാണ്. അത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവരും അറിഞ്ഞ് കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ ഓഫറിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഈ മാസം നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓഫർ വളരെ കുറവ് തന്നെയാണ്. ജസ്റ്റ് അലോയും നോക്കിയോ, ഈ ഒരു രീതിയിൽ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ ഫ്രണ്ടിലൊക്കെ കുറച്ച് ക്രോം എലമെൻറ്റ്സ്, പിന്നെ റിവേഴ്സ് ക്യാമറ, പിന്നെ ഡോർസിലൊക്കെ കുറച്ച് ക്രോം എലമെൻറ്റ്സ്, വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. അലോയ് കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ഒരു ഷെയ്ഡായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും കാണാനായിട്ട്. ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ലോയൽറ്റി, അതായത് UIA ലോയൽറ്റി ആയിട്ടൊരു 4,000 രൂപ നൽകിയിട്ടുണ്ട്. UIA എക്സ്ചേഞ്ച് ആയിട്ടൊരു 6,000, കോർപ്പറേറ്റ് ഓഫർ 3,000 രൂപയുമാണ് വരുന്നത്. വേറെ ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും നിലവിൽ നമുക്ക് ഈ ഒരു അമേസ് എന്ന വാഹനത്തിന് അവൈലബിൾ അല്ല. എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു പ്രൈസ് മാറി എന്നുള്ളൊരു കാര്യമാണ്. VX എന്ന വേരിയൻറ്റിന് അവർ പ്രൈസ് കുറച്ചു. 1022 കിടന്നത് 999 നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത വാഹനം നമുക്ക് എടുക്കുന്നത് എലവേറ്റ്. ഈ ഒരു എലവേറ്റിലേക്ക് വരുന്ന സമയത്തും ഒരു കാര്യം നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. അതായത് എലവേറ്റിനകത്ത് V എന്ന് പറയുന്ന വേരിയൻറ്റ്, അതായത് സെക്കൻഡ് വേരിയൻറ്റ് SV എന്നതാണ് ബേസ്. അതിനുശേഷം V വരുന്നുണ്ട്, VX വരുന്നു, ZX വരുന്നു എന്നിങ്ങനെയാണ് വേരിയൻസും കാര്യങ്ങളും നമുക്ക് പോകുന്നത്. അതിൽ Vയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൈസിനകത്ത് നല്ല വ്യത്യാസം വന്നു. പ്രൈസ് കൂടി എന്നല്ല, പ്രൈസ് കുറഞ്ഞു. നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞു. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. എക്സ്ഷോറൂം പ്രൈസിനകത്ത് മാറ്റം സംഭവിച്ചത് ഏകദേശം 32,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസിൽ സംഭവിച്ച മാറ്റം. എക്സ്ഷോറൂം പ്രൈസിനകത്ത് 32,000 രൂപ മാറ്റം സംഭവിക്കുന്ന സമയത്ത് ടാക്സിനകത്ത് വേരിയേഷൻ വരും, ഇൻഷുറൻസിനകത്ത് വേരിയേഷൻ വരും. ഒരു 40,000 കൂട്ട് 40,000 രൂപയോളം പ്രൈസ് അവർ കുറച്ചു. അതായത് V എന്ന വേരിയൻറ്റിന്. ഇത് കൂടാതെ 360 ഡിഗ്രി ക്യാമറ നിങ്ങൾക്ക് എക്സ്ട്രാ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇൻഫോർമേഷൻ സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ അവർ എക്സ്ട്രാ ആഡ് ആയിട്ട് വരുന്നുണ്ട്.
പിന്നെ അപ്പെക്സ് എഡിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ സംസാരിക്കാറുണ്ട്, അതായത് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ക്ലാഡിംഗ് ഒക്കെയാണ് ഇത് അപ്പെക്സ് എഡിഷൻ ചെയ്തൊരു വാഹനമാണ്. ഈ ഒരു ക്ലാഡിങ് ഇതിനുള്ളിൽ എക്സ്ട്രാ വരുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു വാഹനത്തിൽ സെക്കൻഡ് വേരിയൻറ്റിൽ കിട്ടും. അലോയ് പ്രതീക്ഷിക്കല്, അലോയ് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അതിവിടെ ചെയ്തിട്ടേക്കുന്നതാണ്, ജസ്റ്റ് കസ്റ്റമർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഫാബ്രിക്, അതായത് സീറ്റിൻ്റെ മെറ്റീരിയലൊക്കെ മാറുന്നുണ്ട്, ഡാഷ്ബോർഡ്, അതായത് ഡോർ പാഡ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് ഈ അപ്പെക്സ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ആംബിയൻ ലൈറ്റിങ് അത് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടുക, ഈ ഒരു ക്ലാഡിങ് കാര്യങ്ങളും നാല് സൈഡിലും വരുന്നുണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അകത്ത് ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇവർ അപ്പെക്സ് എഡിഷനും ചെയ്ത് ആംബിയൻ ലൈറ്റിങ്ങും ചെയ്ത് 360 ഡിഗ്രി ക്യാമറയും ചെയ്ത് ഇതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ എനിക്ക് തോന്നുന്നു 10 രൂപ എങ്ങനെ കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 10-30 രൂപയ്ക്ക് അടുത്ത് പ്രൈസിനകത്ത് വ്യത്യാസം വന്നു. അപ്പോൾ നിലവിലിപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് 1 ലക്ഷം രൂപയാണ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക. കാര്യം എന്താ, ഇത്രത്തോളം അക്സസറീസ് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, പ്രൈസിനകത്ത് മാറ്റം സംഭവിച്ചു. അപ്പം ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എലവേറ്റിൻ്റെ കാര്യം സംസാരിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ നൈസാണ് കേട്ടോ വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. കാര്യം നല്ല ഫീലാണ്, ഒരു സ്പോർട്ടീവ് ഫീലാണ് ആ ഒരു വാഹനം കാണുന്ന സമയത്ത്. ഫോഗിലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ചെയ്തേക്കുക, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ട. ഇതിൻ്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡലായ SV ആണെന്നുണ്ടെങ്കിൽ SV-യും അതേപോലെ V-യും രണ്ട് വേരിയൻറ്റിനും സെയിം ഓഫർ തന്നെയാണ്. സോറി, SV-ക്ക് V സെപ്പറേറ്റ് ആണ്. SV ഏറ്റവും ബേസ് മോഡലിൻ്റെ കാര്യം നിലവിൽ പറഞ്ഞു തരാം. 10,000 രൂപ ക്യാഷ് ഓഫറും 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസും, UIO ലോയൽറ്റി 4,000, UIO എക്സ്ചേഞ്ച് 6,000, കോർപ്പറേറ്റ് ഓഫർ 5,000 രൂപയും പിന്നെ സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ 10. ഇത്രയുമാണ് ഈ എലവേറ്റ് എടുക്കുന്ന ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുക. ഇനി സെക്കൻഡ് വേരിയൻ്റ് വീക്കത് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, അവർ 30,000 രൂപയ്ക്കടുത്ത് ഏകദേശം ഒരു 32,000 രൂപയ്ക്കടുത്ത് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഫീച്ചേഴ്സും അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഈ സെക്കൻഡ് വേരിയൻ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് 1 ലക്ഷം രൂപയോളം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഈ മാസം. അപ്പോൾ പ്രത്യേകിച്ച് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൊടുക്കുമ്പോൾ ഇനി ഓഫറോട് പ്രതീക്ഷിക്കരുത്. അതിനകത്ത് എന്നിട്ട് അവർ കൊടുത്തിട്ടുള്ളത് UIO ലോയൽറ്റി ഒരു 4,000 കൊടുത്തിട്ടുണ്ട്, UIO എക്സ്ചേഞ്ച് 6,000 കൊടുത്തിട്ടുണ്ട്, കോർപ്പറേറ്റ് ഓഫർ 5,000, സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ 10,000 അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബെനിഫിറ്റ്സ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി VX-ഉം ZX-ഉം, അതായത് മൂന്നാമത്തെ വേരിയൻറ്റും 4ാമത്തെ വേരിയൻറ്റും ഇതെടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 10,000 രൂപ ക്യാഷ് ഓഫർ, 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്, UIO ലോയൽറ്റി അത് 4,000, UIO എക്സ്ചേഞ്ച് 6,000, കോർപ്പറേറ്റ് ഓഫർ 5,000, സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ 10,000, കൂടാതെ 7 വർഷത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറൻറ്റിയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലവേറ്റിൽ അവർ നൽകിയിട്ടുള്ളത്. മോശമല്ലാത്തൊരു ഡീല് തന്നെയാണ് എലവേറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറയാം. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൽ കൊണ്ടുവന്ന മാറ്റമാണ്. ആ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതോടുകൂടി തന്നെ പ്രൈസ് കുറയ്ക്കുകയും അവർ ചെയ്തു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ബെനിഫിറ്റാണ്. ഇനി മൂന്നാമത്തെ 4ാമത്തെ വേരിയൻ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിനും ഓഫറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സ്റ്റൻഡഡ് വാറൻറ്റിയും അവർ ഫ്രീ ആയിട്ട് നൽകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ 14,12 വരും, സെക്കൻഡ് വേരിയൻറ്റ് 14,68 വരും, തേർഡ് വേരിയൻറ്റ് 16,69 വരും, ടോപ്പ് 18,53 വരും. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ് ഓട്ടോമാറ്റിക് കിട്ടുന്നത്, V മുതലാണ് 16,9 വരുന്നുണ്ട് സ്റ്റാർട്ടിങ് V വേരിയൻറ്റ്. VX 18,40 വരും, ടോപ്പ് എൻഡ് 19,98 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇത്രയുമാണ് എലവേറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള കാര്യം. ഈ കിടക്കുന്നത് എന്താ പറയുക, സെക്കൻഡ് വേരിയൻ്റ് ആണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്പെക്സ് അത് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി LED ലൈറ്റ്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ അലോയ് വീല് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. പിന്നെ എൻ്റെ ഒരു റൂഫ് റെയിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് കാണിച്ചു, അങ്ങോട്ട് നോക്കിയോ. ആംബിയൻ ലൈറ്റിംഗ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സീറ്റ് കവറൊക്കെ നമ്മൾ ആ ഒരു അപ്പെക്സ് എഡിഷന് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ആ സീറ്റ് കവറിൻ്റെ ആ ഒരു സെയിം കളർ തീം തന്നെയാണ് ഡാഷ്ബോർഡിലും അതേപോലെ ആ ഒരു ഡോർ പാഡിലും ഒക്കെ വന്നേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ഇതിനകത്ത് വലിയൊരു ഫീലായിരിക്കും വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. ഇനി പയ്യെ നമുക്ക് ഇവിടുന്ന് സിറ്റി എടുത്തേക്കും. ആ സിറ്റി നമുക്ക് കണ്ട് അവിടെ കിടപ്പുണ്ട് സിറ്റി. അപ്പോൾ ഓൾറെഡി നമ്മൾ അമേസിനകത്ത് വന്ന കാര്യം എന്താ നമ്മൾ പറഞ്ഞത്, ആ ഒരു പുതിയൊരു എഡിഷൻ ലോഞ്ച് ആയത് ബേസ് മോഡലിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സോടുകൂടി വന്നു. അതേപോലെ എലവേറ്റിനകത്തൊരു മാറ്റം സംഭവിച്ചു, അതും നമ്മൾ ഓൾറെഡി സംസാരിച്ചു. അതിൻ്റെ വൈറ്റ് വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്, അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. വൈറ്റിൽ താണ്ട് ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ ഫ്രണ്ടിൽ വന്ന് ചെയ്തിട്ടേക്കുന്നത് കൊള്ളാം, അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡുവൽ ടൂണും കൂടാണ് ആ കിടക്കുന്ന വാഹനം. ഇനി സിറ്റിയിലേക്ക് വരാം. ഈ ഒരു സിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എല്ലാ വേരിയൻസിനും സെയിം ഓഫർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 4 വേരിയൻസ് ആണ്, SV, V, VX, ZX എന്നിങ്ങനെ 4 വേരിയൻസിലാണ് സിറ്റി എന്ന വാഹനം നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഹൈബ്രിഡ് പതിപ്പ് കൂടി വരുന്നുണ്ട്. മൈലേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡിലേക്ക് പോകാം. ഹൈബ്രിഡ് വേരിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ 65,000 രൂപ ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട്. വേറെ ഓഫേഴ്സ് ഒന്നുമില്ല, ക്യാഷ് ഓഫർ മാത്രം 65,000 രൂപ. പിന്നെ മറ്റുള്ള വേരിയൻസിലേക്ക് പോയാൽ ക്യാഷ് ഓഫർ 15, എക്സ്ചേഞ്ച് ബോണസ് 10, UIO ലോയൽറ്റി 4, UIO എക്സ്ചേഞ്ച് 6, കോർപ്പറേറ്റ് 5, സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ 10. ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത്
SV എന്ന ബേസ് മോഡലാണെങ്കിൽ 1467, സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 1557, തേർഡ് വേരിയൻ്റ് 1682, ഫോർത്ത് വേരിയൻ്റ് ഇത് ടോപ്പ് എൻഡ് 1851. ഇനി ഓട്ടോമാറ്റിക് വി മുതൽ ഓട്ടോമാറ്റിക് കിട്ടും. 17,400 വിയുടെ വില, VX 1860 വില, ZX 20 ലക്ഷമാണ് വില വരുന്നത്. പിന്നെ ഹൈബ്രിഡ് പതിപ്പ് കൂടി വരുന്നുണ്ട്. എനിക്കൊന്ന് 25-26 റേഞ്ചിലെങ്ങാണ്ട് ഓട്ടോ റോഡ് പ്രൈസ് ആ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഓഫേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ. എല്ലാ വേരിയൻറ്റിൻ്റെയും ഓൺ റോഡ് പ്രൈസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ അമേസ് കിടക്കുന്നത് കുറച്ച് അക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് അക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. ക്രോം എലമെൻറ്റ്സ് ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അതേപോലെ ഈ ഒരു എലമെൻറ്റ് എക്സ്ട്രാ വരുന്നതാണ്. സൈഡിലൊരു ചെറിയൊരു ക്ലാഡിങ് പോലെ ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്. സൈഡിൽ ഈ ഡോറിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ക്ലാഡിങ് ഒക്കെ അവർ ചെയ്തേക്കുന്നു. ഇതെല്ലാം എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ച് അക്സസറീസ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. കൺഫേം ആണ്, കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണിത്. ഇവിടെ ചെറിയൊരു ക്രോമിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നു. അതുമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, കൊള്ളാം. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടേക്കുന്നതാണ്. ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയാണ്, കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം അമേസിനകത്ത് വന്ന മാറ്റം, അതായത് ബേസ് മോഡലിൽ കുറച്ച് അക്സസറീസോട് കൂടി വേണമെങ്കിൽ കിട്ടും. എലവേറ്റിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയി, വില കുറഞ്ഞു, അത് നമ്മൾ സംസാരിച്ചു. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.